അതാണ് നമ്മൾ നിരന്തരം ആ കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകളിലൂടെ അങ്ങനെ മുഴുക. ആ ഹൃദയത്തില് ആ ആനന്ദം ഇങ്ങനെ തളം കെട്ടി വരണം, തളം കെട്ടി നിൽക്കണം. അതാണ് ജീവിത ലക്ഷ്യം. എത്രയെത്ര വാഗ്ഗേയകാരന്മാര്, എത്രയെത്ര പാട്ടുകളിലൂടെ അത് ഇന്നും ഇങ്ങനെ ആനന്ദമായിട്ട് എത്ര ആൾക്കാർ പാടുന്നു. അതിന്റെ കാരണം എന്താ? അതിൽ കൃഷ്ണനെ അങ്ങനെ കുടികൊള്ളണു എന്നുള്ളത് തന്നെയാണ്. ആ കഥ വിസ്തരിച്ച് കേൾക്കണമെന്ന് പരീക്ഷിത്ത് അന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇങ്ങനൊരു ഭാഗവതത്തിന്റെ ഒരു അമൃത് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അതാണ് അടുത്ത അധ്യായത്തിൽ ഇതാ തുടങ്ങുന്നു. ദശമസ്കന്ധം പരീക്ഷിത്ത് പറയുക, കഥിതോ വംശവിസ്താര ഭവതാ സോമസൂര്യോ. സോമവംശവും സൂര്യവംശവും ഒക്കെ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞല്ലോ. അങ്ങ് രാജാക്കന്മാരുടെ പല പല കഥകളും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഈ കൃഷ്ണന്റെ കഥകൾ ഇത്ര ചുരുക്കി പറഞ്ഞത്? എനിക്ക് വിശക്കുന്താഹം വരുന്നുണ്ടെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊട്ടുമില്ല കേട്ടോ. 3-4 ദിവസമായിട്ട് ഞാൻ പച്ച വെള്ളം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, എനിക്കൊന്നും വേണമെന്ന് തോന്നിയിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിഷമിക്കുകയാണ് എന്നൊക്കെ അങ്ങ് തെറ്റിദ്ധരിച്ചിട്ടാണോ വേഗം കഥ നിർത്തിയത്? എങ്കിൽ അത് തെറ്റിദ്ധരിക്കണ്ട, എനിക്കങ്ങനെ തോന്നണേ ഇല്ല. ഇപ്പൊ അങ്ങ് ഇങ്ങനെ വേഗം നിർത്തിയപ്പോഴാണ് എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു എന്ന് മാത്രം. വിശപ്പും ദാഹം അറിയണേ ഇല്ല പരീക്ഷിത്ത്. നോക്കൂ, 4 ദിവസം. അത് ശുഖബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോ, ഞാൻ ആ കഥ കേൾക്കാൻ കൊതിച്ചിരിക്കുക എന്ന് പറഞ്ഞപ്പോ, പരീക്ഷത്തെ പേടിക്കണ്ട, ഞാൻ വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകഥകള് അടുത്ത അധ്യായം മുതൽ അങ്ങനെ വിസ്തരിച്ച് പറയണം. അതാണ് ദശമസ്കന്ധം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ പ്രഥമോധ്യായ. രാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോഃ രാജ്ഞോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം യദോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമം തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന അവതീര്യതുർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാന്യാനി വിശ്വാത്മാ താനി നോമജന വിസ്തരാൽ നിവർത്തദശൈരുപഗീയമാനാൽ ഭവൗഷധാശ്രോത്രമനോഭിരാമാൽ ഉത്തമ ശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഘ്നാൽ പിതാമഹ മേ സമരേ മരഞ്ജൈഃ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാ തരൻ വത്സപദം സ്മ യൽപ്ലവാഃ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിംഗതാത്ത ചക്രോ മാതുശ്ച മേ യശരണം ഗതായാഃ വീര്യാണി തസ്യാഖിലദേഹഭാജാം അന്തർബഹി പൂരുഷകാലരൂപൈഃ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ കുതോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതൃഗേകാന്തർജംഗത ക്വവാ സംജ്ഞാതിഭിസ്സാർദ്ധം കൃതവാൻ സത്തു ദമ്പതി വ്രജേവ സംഗിമകരോന്മധുര്യാം ജഗേജവ ഭ്രാതരഞ്ജാവതീൽ കംസം മാതുരധാതധരേഗണം ദേഹം മാനുഷ്യമാശ്രിത്യ കതിപരേഷാണി വൃഷ്ണിഭി യദുപുര്യാം സഖാവാത്സ്യൽ പത്നകത്യഭവൻ
പ്രഭോ ഏതദന്യച്ച സർവം മേ മുനെ കൃഷ്ണവിചേഷ്ടിതം വക്തുമർഹസി സർവജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. സൂത ഉവാച ഏവം നിശമ്യ കുരുനന്ദന സാധുവാദം വയ്യാസകി സ ഭഗവാനത വിഷ്ണുരാദം പ്രത്യർച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ശ്രീശുക ഉവാച സമ്യക് വിവസിതാ ബുദ്ധിസ്തവ രാജർഷി സത്തമാ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതി വാസുദേവ കഥാ പ്രശ്ന പുരുഷാം സ്ത്രീം പുനാദി വക്താരം പൃച്ഛകം ശ്രോതൃം സ്ഥൽപാദസലിലയഥാ ഭൂമിർദ്രിപ്പത നിർപ്രവ്യാജ ദൈത്യാനീകശതായുധൈഃ ആക്രാന്താ ഭൂരിഭാരേണ ബ്രഹ്മാണം ശരണയ്യയോ ഗൗർഭൂത്വാ ശ്ലോകീ കിന്നാക്നന്ദീകരണം വിഭവഃ ഉപസ്ഥിതാന്തികേ തസ്മിൻ വ്യസനം സമവോചത. ബ്രഹ്മാത്തതുപഭാര്യാഥ സഹദേവൈസ്തയാ സഹ ജഗാമ സത്രിനയനസ്ഥീരം ക്ഷീരപയോനിധേഃ തത്ര ഗത്വാ ജഗന്നാഥം ദേവദേവം വൃഷാകവിം പുരുഷം വൃഷസൂക്തേന ഉപതസ്തേ സമാഹിത ഗിരം സമാധൗ ഗഗനെ സമീരീതാം നിശമ്യ വേദാസ്ത്രിദശാനുവാച ഗാം പൗരുഷീം മേ ശൃണുതാമരാഃ പുനർവിധീയതാമാശു തഥൈവ മാചിരം പുരൈവ പുംസാധൃതോ ധരാജ്വനോ ഭവദ്ഭിരംശൈര്യദുഷൂപജന്യതാം സയാവദുർവ്യാ ഭരമീശ്വരേശ്വര സ്വകാലശക്ത്യാ ക്ഷഭയം ഭൂമി. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷ പര ജനിഷ്യത്തെ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയഃ വാസുദേവകലാനന്ദ സഹസ്രവദന സ്വരാട് അഗ്നിതോപവിദാ ദേവോ ഹരേഃ പ്രിയജിഗീഷയാ വിഷ്ണോർമായാ ഭഗവതി യയാ സമ്മോഹിതം ജഗൽ ആദിഷ്ടാ പ്രഭുണാംശേന കാര്യാർത്ഥേ സംഭവിഷ്യതി. ശ്രീശുക ഉവാച ഇത്യാദിശ്യാമരഗണാൻ പ്രജാപതിപതിർവിഭു ആശ്വാസ്യ ചമകീം ഗീർഭിസ്വധാമപരമയ്യയോ ശൂരസേനോ യദുപതിർമധുരാമാവസൻപുരീം മാതുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ രാജധാനി തതസാഭൂൽ സർവയാദവഭൂജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരി തസ്യാന്തു ഗർഹിചിച്ഛൗര്യർവസുദേവ കൃതോദ്വഹ ദേവക്യാ സൂര്യാ സാർദ്ധം പ്രയാണേരതമാരുകൾ ഗുരുസേന സുത കംസ സ്വസുപ്രിയ ചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഗ രൗക്മൈരഥശതൈർവൃത ചതുശ്ശതം വാരിപരികം ഗജാനം ഹേമമാലിനാം അശ്വാനാമൈതം സാർദ്ധം രഥാനാം ചത്രിഷക്ഷതം ദാസീനം സുകുമാരീണം ദ്വേഷത്തെ സമലംകൃതേ ദുഹിത്രേ ദേവകപ്രാദാൽ യാനേ ദുഹിതൃവത്സല ശംഖദൂര്യമൃദംഗാശ്ച നേതൃദുന്ദുവേ സമം പ്രയാണപ്രക്രമേ താവത് വരവദ്ധോസ്യ മംഗളം പഥി പ്രഗ്രഹിണംഗം സമാഭാഷ്യാ ശരീരവക് അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭ ഹന്തായാം വഹസേ ബുധാ ഇത്യുക്ത സകല പാപോ ഭോജാനംകുലമാംസന ഭഗിനീം ഗന്ധുമാരബ്ധ ഖഡ്ഗപാണി കചേഗ്രഹീൽ തഞ്ജുഗുപ്സിത കർമാണം ദൃശം സന്ദിരപത്രമ വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്തവ്യം. വസുദേവ ഉവാച ശ്ലാഘനീയ ഗുണ ശൂരൈഃ ഭവാൻ ഭോജേശസ്കര സകഥം ഭഗിനീം ഗണ്യാൽ സ്ത്രിയമുദ്വാഹ പർവണി മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായത്തെ
അദ്യവാബ്ദശതാം ദേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ ദേഹേ പഞ്ചത്വമാവന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപു വ്രജം തിഷ്ഠൻ പദൈകേന യഥൈവൈകേന ഗച്ഛതി യഥാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗതഃ സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതന ദൃഷ്ടശ്രുതാഭ്യം മനസാനുചിന്തയൻ പ്രപദ്യത്തെ തൽകിമപി ഹ്യപസ്മൃതി യതോ യതോ ധാവതി ദൈവചോദിതം മനോ വികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസോ പ്രപദ്യമാനസഹതേന ജയതേ ജ്യോതിര്യദൈവോദകപാർത്ഥിവേഷു അധഃ സമീരവേഗാനുഗതം വിഭാവ്യതേ യേവം സ്വമായാരചിതേഷ്വസോ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി തസ്മാന്ന കസ്യചിദ്രോഗം ആചരേൽ സ തഥാവിധ ആത്മനക്ഷേമമന്വിച്ഛൻ ദുർവൈ പരതോ ഭയം യേഷാ തവാനുജാ ബാല കൃപണ പുത്രികോപമ ഹന്തും നാർഗസി കല്യാണി ഇമാം ത്വം ദീനവത്സല ശ്രീശുക ഉവാച ഏവം സസാമഭ്യഭേദൈ ബോധ്യമാനോപി ദാരുണ നന്യവർത്തത കൗരവ്യ പുരുഷാദാനനുവ്രത നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനകദുന്ദുഭി പ്രാപ്തം കാലം പ്രതിവ്യോഢുമിദം തത്രാത്മപദ്യത മൃത്യുർബുദ്ധിമതാപോക്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനം പ്രദായ മൃത്യവേ പുത്രാന്മോചയേ കൃപണാമിമാം സുധാമേ യദി ജായേരൻ മൃത്യുർവാദമ്രിയേത ചേൽ വിപര്യോ വാ കിം നസ്യാൽ ഗതിർധാതുർദുരത്തേയം ഉപസ്ഥിതോ നിവർത്തേത നിവൃത്ത പുനരാപതേൽ അഗ്നേര്യഥാ ദാരുവിയോഗയോഗയോരദൃഷ്ടതോന്നിന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യ ശരീരസംയോഗ വിയോഗേതു ഏവം വിമൃച്യതം പാപം യാവദാത്മദിദർശനം പൂജയാമാസ വൈ ശൗരി ബഹുമാന പുരസ്സരം പ്രസന്നവദനാംബോജോ നൃശംസം നിരപത്രമം മനസാദൂയമാനേന വികസന്നിതമബ്രവീ വസുദേവ ഉവാച നഖ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാ ശരീരിണീ പുത്രാൻ സമർപ്പയിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം ശ്രീശുക ഉവാച സുദുർവധം നിവവൃത്തേ കംസസ്തദ്വാക്യസാരവി വസുദോവി വസുദേവോപി തം പ്രീത പ്രശസ്യ പ്രാവിചൽ ഗൃഹം അത കാലോ വാവൃത്തേ ദേവകീ സർവദേവത പുത്രാൻ പ്രസുഷൂജാഷ്ടൗ കന്യാൻ ജൈവാനുവത്സരം കീർത്തിമന്തം പ്രഥമജം കംസായാനഗതുഭി അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദാതിവിക്വല കിം ദുസ്സഹം സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിമകാര്യം കല്യാണം ദുസ്ത്യജം കിം ദുരാത്മനാം ദൃഷ്ട്വാ സമുക്തം തച്ചൗരേ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാരാജൻ പ്രകസന്നിതമബ്രവീൽ പ്രതിയാതു കുമാരോയം നഹ്യസ്മാദാസ്തി മേ ഭയം അഷ്ടമാദ്യുവയോർഗർഭാൻ മൃത്യുർമേ നിഹിത കില തഥേതി സുതമാദായ യയാവാനകദുന്ദുഭി നാഭ്യനന്ദതദ്വാക്യമസുതോ വിദിതാത്മന നന്ദാദ്യായേ വ്രജേ ഗോപാഗ യാശ്ചാമീഷം ജയോഷിത
വൃഷ്ണയോ വസുദേവാദ്യ ദേവക്യാദ്യായുധ സ്ത്രീയ സർവേ വൈ ദേവതാപ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസവനം വൃതാഃ ഏതൽ കംസായ ഭഗവാൻ ജംസേത്യ നാരദ ഭൂമേർഭാരായമാണാനം ദൈത്യാനം ജവദോദ്യമം ഋഷേർവിനിർഗമേ കംസോ യദൂന്മത്വാസുരാനിധി ദേവക്യാ ഗർഭം ഭൂതം വിഷ്ണും ച സ്വവധം പ്രതി ദേവകീ വസുദേവം ച നിഗൃഹ്യ നിഘടൈർഗൃഹേ ജാതം ജാതമകം പുത്രം തയോരജനശങ്കയാ മാതരം പിതരം ഭ്രാതരം സർവാംശ്ച സുഹൃതസ്തഥാ ഗതം നിക്യ സുദൃഗോ ലുബ്ധ രാജാനപ്രായശോ ഭുവി ആത്മാനവികസഞ്ജാതം ജാനം പ്രാഗ് വിഷ്ണുനാഗതം മഹാസുരം കാലമേനിം യദുഭിः സവ്യരുദ്ധ്യാതാം ഗുരുസേനം ച പിതരം യദുഭോജാന്തകാധിപം സ്വയം നിഗൃഹ്യ ബുഭൂജേ ശൂരസേന മഹാബല. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണാവതാരോപക്രമേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച. പ്രലംബപദചാണുവർണാവർത്തമഹാശനൈഃ മുഷ്ടികാരിഷ്ടദ്വൈതപൂതനാകൈശധേനുകൈഃ അന്യേസ്യാസുരഭൂപാലൈർവാണഭൗമാധിപരീത യദൂനാം കഥനം ചക്രേ ബലിമാഗതസംശ്രയ തേ പീഡിതാ നിവേശകുരുപാഞ്ചാലകേകയാൻ സ്വാലാൻ വിദർഭാൻ ഹൃദാൻ വിദേഹാൻ കോസലാനഭി ഏകേതമനുബന്ധാനാജ്ഞാദേഹവിവാസതേ ഹതേഷു രക്ഷുബാലേഷു ദേവക്യാ ഉഗ്രസേന സപ്തമോ വൈഷ്ണവം ധാമ യമനന്തം പ്രചക്ഷതേ ഗർഭോ ബഭൂവ ദേവക്യാ ഹർഷശോകവിവർദ്ധന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ വിശ്വാത്മാവിദിത്വാകം സജം ഭയം യദൂനാം നിജനാഥാനാം യോഗമായാം സമാദിശം ഗച്ഛതേ വിവ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാസ്തകം സമന്വിഗ്നായുരേഷു വസന്തിഃ ദേവക്യാ ജഠരേ ഗർഭം ശേഷാഖ്യം ധാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യാ ഉദരേ സന്നിവേശയ അതാഹ വംശഭാഗേന ദേവക്യാ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായാം ദപത്ന്യാം ഭവിഷ്യസി അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപഹാരഭിസ്തവകാമവരപ്രദാം നാമധേയാനി കുർവന്തി സ്ഥാനാനി നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണമാധവീ കന്യകേതി ച മായാ നാരായണീ സായി ശാരദേത്യംബികേതി ച ഗർഭസംകർഷണാത്വം വൈ പ്രാഹസംകർഷണം ഭവി രാമേതി ലോകരമണാൽ ബലം ബലവതുച്ഛ്രയാൽ സന്ദിഷ്ടേവം ഭഗവതാ തഥേദ്യോമിതി തദ്വജ പ്രതിഗൃഹ്യ പരിക്രമ്യകാം ഗതാതഥാകരോൽ ഗർഭേ പ്രണീതേ ദേവജ്ഞാരോഹിണീം യോഗനിദ്രയാ അഹോ വിസംസിതോ ഗർഭ ഇതി പൗരാവിചക്രുഷു ഭഗവാനപി വിശ്വാനമ ഭക്താനാമ ഭയങ്കര ആവിവേശാംശഭാഗേന മന ആനഗതുന്ദുഭേഃ സവിഭ്രൽ പൗരുഷം ധാമ ഭ്രാജമാനോ യഥാർവി ദുരാസദോ അതിദുർധർഷോ ഭൂതാനാം സംബഭൂവഃ തതോ ജഗന്മംഗളമച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകം ആത്മഭൂതം കാഷ്ഠായത ആനന്ദകരം മനസ്ത സാ ദേവികേ സർവജഗന്നിവാസഭൂതാ നിദ്രാം നരേജേ ഭോജേന്ദ്രഗേഹേഗ്നിശിഖേ വിരുദ്ധ സരസ്വതീ ജ്ഞാനഖലേ യഥാ സതി താം വീക്ഷകം സപ്രഭയാചിതാന്തനാം വിരോചയന്തീം ഭവനം ശ്രീസ്മിതാം ആഹൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രുതോ എന്ന പുരേയമീദൃശി കിമദ്ഭുതസ്മിൻ കരണീയമാശുമേ യഥാർത്ഥതന്ത്രോ നവിഹം സ്ത്രീയാസുദുർഗുരുർമത്യാധോയം യശശ്രിയം ഹന്ത്യനുകാലമായു സയേഷ ജീവൻ ഖലു സമ്പരേതോ വർത്തയതയോത്യന്ത്യദൃശംസിതേന ദേഹേ മൃതേ തമനുജാശപന്തി ഗന്ധാതമോന്ധം തനുമാനിനോ ധ്രുവം ഇതി ഘോരതമാൽ ഭാവാൽ സന്നിവൃത്ത സ്വയം പ്രഭു ആസ്തേ പ്രതീക്ഷത്തജ്ജന്മ ഹരേർവൈരാനുബന്ധകൾ
ആസീനസംവിശംസ്തിഷ്ഠൻ ഭുഞ്ജാനപര്യടൻ മഹീം ചിന്ത്യാനോ ഹൃഷീകേശമപശ്യൽ തന്മയം ജഗൽ ബ്രഹ്മാഭവസ്തത്രൈത്യ മുനിഭിർനാരദാദിഭിः ദേവൈः സാദരൈः സാഗം ഗീർഭിർവൃഷണമൈഡയൻ സത്യപ്രദം സത്യപരം സത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതുസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ ഏകായനോസൗ ദ്വിഫലസ്ത്രിമൂലശ്ചതൂരസ പഞ്ചവിധ സപദത്വകഷ്ടപിടപോ നവാക്ഷോ ദശച്ഛതി ദ്വിഖഗോ ഹ്യാദിവൃക്ഷ ത്വമേകേ വാസുത പ്രസോദിസ്ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായാ സമൃദ്ധേസസ്ത്വാം പശ്യന്തി നാനാദ വിപശ്യതോ യേ വിഭർഷുരൂപാണ്യപബോധാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്വോപന്നാനി സുഖാഭാനി സദാമഭദ്രാണി മുഹുഃഖലാനാം ത്വയ്യം കുജാക്ഷാകില സത്വധാമനി സമാധിനാ വേശ്വചേതസൈകേ ത്വൽപാദപോദേന മഹൽകൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം സ്വയം സമുത്തിസുതസ്തരം കിമൻ ഭവാർണവം ഭീമോദബ്രഹസുഹൃദാഃ ഭവൽപദാംഭോരുഹനാമത്രതേ നിധായാസദുനുഗ്രഹോ ഭവാൻ യേന്യരവിന്ദാക്ഷ വിമുക്തമാനസ്ത്വയ്യസ്തദാഭാവദവിശുദ്ധബുദ്ധയ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തദ പതന്ത്യധോനാദൃതയുഷ്പദംഘയ തഥാനതേ മാധവതാവകാഃ ക്വചിൽ ഭ്രശ്യന്തി മാർഗാ ത്വയി ബദ്ധസൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാ വിനായകാനീകപമൂർധസു പ്രഭോ സത്വം വിശുദ്ധം ശ്രേയത്തെ ഭവാൻ സ്ഥിതൗ ശരീരിണാം ശ്രേയ ഉപായനം വപോ വേദക്രിയായോഗതപഃ സമാധിസ്തവാർഹണം യേന ജനഃ സമീഹതേ സത്വം ന ചോദ്ധാതരിതം നിജം ഭവേ വിജ്ഞാനമജ്ഞാനഭിതാപമാർജനം ഗുണപ്രകാശൈരനുമീയത്തെ ഭവാൻ പ്രകാശതേ യസ്യ ച യേന വാ ഗുണഃ നാമരൂപേ ഗുണകർമ്മ നാമരൂപേ ഗുണജന്മകർമ്മഭിർനിരൂപിതവ്യേന തസ്യ ദാക്ഷിണ മനോജോഭ്യാമനിമേയവർത്തമനോ ദേവ ക്രിയായാം പ്രതിയന്ത്യഥാപിഃ ശൃണ്വൻ ഗൃണൻ സംസ്മരയം സചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാശ്രിയസ്ത്വച്ചരണാരവിന്ദയോരാവിഷ്ണുചേതാ ന ഭവായ കൽപ്പതേ ദിഷ്ട്യാ ഹരേസ്യാ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനേശിതു ദിഷ്ട്യാങ്കിതം ത്വൽപദകൈഃ സുശോഭനൈർദ്രക്ഷ്യാമഗാം ദ്യാം ച തവാനുകമ്പിതാം അതേ ഭവസ്യേഷ ഭവസ്യ കാരണം വിനാ വിനോദം പ്രതിതർക്കയാമഹേ ഭവോ നിരോധസ്ഥിതിരപ്യവിദ്യ ഹൃദായസ്ത്വയ്യഭയാശ്രയാത്മനി മത്സാശ്വഗച്ഛപനു സിംഹവരാഹ ഹംസരാജന്യവിപ്രതിബുധേഷു കൃതാവതാര ത്വം പാസനസ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര യദൂത്തമ വന്ദനം തേ ഇഷ്ട്യാംപതേ കുക്ഷിഗതഃ പരഃ പുമാനം ശേന സാക്ഷാൽ ഭഗവാൻ ഭവായ നഃ മാ ഭൂൽഭയം ഭോജപതേർമൂർഷോർഗോപ്തായദൂനാം ഭവിതാ തവാത്മജ ശ്രീസുക ഉവാച ഇത്യഭുഷ്ടൂയപുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനോ ക്രോധായ ദേവാഃ പ്രതീയുർദിവം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗർഭഗതവിഷ്ണോഃ ബ്രഹ്മാദിഗതസ്തുതിർനാമ ദ്വിതീയോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ കഥ വിസ്തരിച്ച് പറയാൻ തുടങ്ങുകയാണ് ശുകബ്രഹ്മർഷി. ഭൂമിയുടെ ഭാരം ഭൂമിക്ക് സഹിക്കാൻ വയ്യാണ്ട് ആയ സമയത്ത് ഒരു പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മാവിന്റെ ലോകത്തെത്തി എന്നാണ് ഭൂമി. അപ്പോഴേക്കാണ് ദേവന്മാരും ഭൂമിയുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് സത്യലോകത്തെത്തിയപ്പോ ഭൂമിയൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നു, ഇനി നിങ്ങളൊന്നും പറയണ്ട, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, എന്താ ചെയ്യേണ്ട നിശ്ചയില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പാലാഴി തീരത്തേക്ക് പോവുക, ഭഗവാനെ കാണുന്നല്ലാണ്ട് നിവൃത്തിയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞ് ദേവന്മാരെയും കൂട്ടി അവിടെ ചെന്ന് പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുകയാണ് എല്ലാവരും കൂടി. ആ പാലാഴി എന്നുള്ള തിരമാലയുടെ ശബ്ദത്തില് അവരാ പ്രണവം ജപിച്ചും കൊണ്ട് ഭഗവാൻ എങ്ങനെ ധ്യാനിക്കണം. അതിന്റെ ഇടയിൽ പെട്ടെന്ന് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് വന്നിട്ട്, ബ്രഹ്മാവെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനിക്കൊന്നും വേണ്ട, അതെ ഞാൻ വൃഷ്ണികുലത്തിൽ ജനിക്കാൻ പോകുന്നുണ്ട് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഈ ദേവന്മാരോടൊക്കെ ദേവസ്ത്രീകളെയും കൂട്ടിയിട്ട് അവിടെ എനിക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ പോയി പറക്കാൻ പറയും. വൃഷ്ണി എന്ന് പറഞ്ഞ രസാണല്ലോ, കർണത്തിന് ചെവിക്കുള്ള രസായനം പോലുള്ള വാക്കുകള്
ആ ദേവന്മാര് കേട്ടപ്പോ എന്തൊന്നുമില്ലാത്ത സന്തോഷത്തോടു കൂടി അവരിതാ ഓടിപ്പോയി ഓരോ അവതാരം എടുത്തു എന്നാണ്. അതാണ് അപ്പൊ നമ്മള് നവമസ്കന്ധത്തിൽ അവസാനം പറഞ്ഞത് യാദവ വംശത്തില് ജനിച്ചവർ ഓരോ പേരുകൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഈ ദേവന്മാര് വന്ന് ജനിച്ചതാണ്. അവര് വന്ന് ജനിച്ചൊക്കെ റെഡിയായി. ഭഗവാൻ എപ്പോഴാ വരണ എന്ന് നോക്കി അവരങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു. അപ്പോഴാണ് ഭഗവാൻ എപ്പോഴാണ് ജനിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മധുരാപുരിയില് കംസൻ ദേവകിയുടെ വിവാഹം വേഗം നടത്തുക, ഗംഭീരായിട്ട് നടത്താൻ തീരുമാനിച്ചു. അതിഗംഭീരായിട്ട് നടത്തി തിരിച്ച് ശൂരസേനത്തേക്ക് വസുദേവരി ദേവകിയും കൂടി കൊണ്ടേക്കാൻ അനവധി പേരുകള് ദേവകിക്കും വസുദേവർക്കും കയറാനുള്ള തേരില് തേരാളി നിശ്ചയിച്ചിട്ടില്ല. താൻ തന്നെയാണ് കയറിയിരുന്ന് ആ തേര് തെളിച്ചിട്ട് പുഷ്പാലങ്കൃതമായ തേരില് ദേവകിയും വസുദേവരെയും കൂടി വിവാഹം കഴിഞ്ഞ് കൊണ്ടേക്കാൻ വേണ്ടി പോവുക. നിരവധി തേരുകൾ മുമ്പില് വിഭവങ്ങൾ നിറച്ചു വെച്ച് പോകുന്നുണ്ട്. പിന്നിലും അതുപോലെ അനവധി തേരുകളില് ദേവകിക്ക് കൊടുക്കാനുള്ള ഉപഹാരങ്ങൾ നിറച്ചു വെച്ചിട്ട് അങ്ങനെ പോണു യാത്ര. അതിന്റെ ഇടയിലാണ് ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കണം. അസ്യാസ്ത്വാമഷ്ടമോ ഗർഭ ഹന്ത ഹന്ത. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും. അതങ്ങോട്ട് കേട്ടതോടുകൂടി എല്ലാവരും അങ്ങോട്ട് കേട്ടു. കംസൻ അതങ്ങോട്ട് കേട്ട് ചെവിയിലെ കേട്ടിട്ട് ഭയം എന്ന വികാരം ഇരട്ടിയാടായി. നീ എന്താ ചെയ്യേണ്ടത് ഇഷ്ടമില്ലാണ്ട് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് വേഗം ആ ദേവകിയുടെ മുടി അങ്ങോട്ട് പിടിച്ച് വലിച്ചു. എന്നിട്ട് അവളെ അങ്ങോട്ട് കൊല്ലാൻ വേണ്ടി വാളങ്ങെടുത്തപ്പോ വസുദേവര് അനവധി കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. അങ്ങ് സ്ത്രീവധം ചെയ്യേ, അങ്ങയുടെ യശസ്സില്ലാണ്ട് ഏവില്ലേ, ഇങ്ങനെ അങ്ങ് ഇത്രയും ദുഷ്പ്രവൃത്തി ഇന്ന് ഒന്ന് പിന്തിരിയണെന്നൊക്കെ പലതും 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 പറഞ്ഞിട്ടും പിന്തിരിയണില്ല. അവസാനം ഉണ്ടാവണ കുട്ടികളെ കൊണ്ട് കൊടുത്തു. ഇവളല്ലല്ലോ അങ്ങേ കൊല്ലുക, ഇവൾക്കുണ്ടാവണ പുത്രനല്ലേ, അതുകൊണ്ട് ഉണ്ടാവണ കുട്ടികളെയൊക്കെ ഞാൻ അങ്ങോട്ട് തരാന്ന് പറഞ്ഞപ്പോ മനസ്സില്ല മനസ്സോടെ കംസൻ അത് സമ്മതിച്ച് വാള ഉറയിലിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഇവിടെ ഘോഷയാത്രയല്ല വിലാപയാത്രയായി തോന്നുന്നു. ഏതായാലും ശൂരസേനത്തേക്ക് ആ എത്തിയവരൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞു. പേടിയൊക്കെ പോയി. എന്തൊക്കെയാണോ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ദേവകി ഗർഭിണിയായി. ഒരു ഉണ്ണി ഉണ്ടായി. ആദ്യം തന്നെ ദേവകി പ്രസവിച്ചപ്പോ ഉടൻ തന്നെ പ്രസവഗൃഹത്തിൽ നിന്ന് വസുദേവർ ആ ഉണ്ണി എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കല്ല, വേഗം പുറത്തേക്ക് പോകുന്നു. ദേവകി ചോദിച്ചത് എന്താത്? അല്ല, വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ. അതിനൊക്കെ പ്രായശ്ചിത്തല്ലേ, പ്രാരബ്ധത്തിന് പ്രായശ്ചിത്തല്ല ദേവി, അത് അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തു കംസന്റെ കയ്യില്. കംസൻ ആ ഉണ്ണിയെ കിട്ടിയപ്പോ വേഗം ലാളിച്ച് തിരിച്ചു കൊടുത്തു. കൊണ്ടോക്കോള് വളർത്തിക്കോളൂ. 8ാമത്തെ കൊടുന്നാണ്. നാരദ വേഗം ഓടി വന്നു. എന്താ കംസ ചെയ്തേ? എന്തു ചെയ്തെന്നാ നാരദ മഹർഷിയ പറയണത്? അന്തകനെ തിരിച്ചു പറഞ്ഞു വെച്ചു. അന്തകനോ? 8ാമത്തെ അല്ലേ? വട്ടത്തിൽ നിർത്തിയ ഏതാ 8 എന്ന് എങ്ങനെ അറിയാ പൊട്ടാന്ന് ചോദിക്കലും അയാൾക്ക് ആകെ കൂടി പരിഭ്രമമായി. പരിഭ്രമം ഉണ്ടാക്കാൻ തന്നെ ഉദ്ദേശിച്ചു. ദേവന്മാരുടെ വാക്കാണ് അശരീരി എന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലോ, പറയണതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അങ്ങേക്ക് അറിയില്ലേ, അങ്ങ് ആരാന്ന് അങ്ങേക്ക് അറിയില്ലേ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു നാരദൻ പാട്ടും പാടിപ്പോയി. അവിടെ വിത്ത് പറിച്ചു. ഏത്? ആ ക്രൂരഭാവത്തിന്. വേഗം ആളെ അയച്ചു. വസുദേവരെ അവൻ കൊണ്ട് വരാൻ പറഞ്ഞു. വസുദേവരി ദേവി കൂടി കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. എങ്ങനെ അവരെ കൊണ്ടുവന്നത് ആ കുട്ടിയെ കൊന്നു അടിച്ചിട്ട്. പിന്നെ അവരോട് പോണ്ടാ പറഞ്ഞു. അവിടെ തന്നെ കാരാഗ്രഹത്തിൽ അവരെ അടച്ചു. പിന്നെ എങ്ങനെ ഉണ്ടാവണം ഓരോ കുട്ടികളിൽ 1, 2, 3, 4, 5, 6. നോക്കൂ വസുദേവരുടെയും ദേവകിയുടെ അവസ്ഥ. ഇതിലേറെ ദുരിതം ഭൂമിയിൽ അതിനു മുമ്പും അതിനു ശേഷം ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവുമോ? സ്വന്തം കുട്ടികളെ കംസൻ നിഷ്കരുണ ആ കാലില്, പിഞ്ചു കാലില് പിടിച്ചു വലിച്ച് ഒരൊറ്റ അടിയാണ് കൺമുന്നിൽ വെച്ചിട്ട് താൻ പ്രസവിച്ച കുട്ടിയെ പാറയമ്പിൽ അങ്ങോട്ട് അടിച്ചു കൊല്ലുമ്പോ ആ കുട്ടിയുടെ ഛിന്ന ഭിന്നമായ ശരീരത്തിൽ നിന്ന് വരുന്ന മാംസവും ചോരയും മേത്തുനിന്ന് വന്നിട്ട് പതിക്കുക അച്ഛന്റെയും അമ്മയുടെയും. ഇങ്ങനൊരു ദുരിതം 6 അനുഭവിച്ച ആ വസുദേവരുടെയും ദേവകിയുടെയും മനസ്സിളകിയിട്ടില്ല. നോക്കൂ, ആ മനസ്സ് ഭഗവാന്റെ തൃപാദത്തിൽ തന്നെ ഉറച്ചിരിക്കുക. എന്തും അനുഭവിക്കാൻ അവര് തയ്യാറ്. നാം വെച്ച് നോക്കൂ ആ ഭീകരത. അത് കഴിഞ്ഞിട്ട് ഇതാ 7ാമത് ഗർഭണ്ടായി. അപ്പോഴാണ് യോഗമായെ വൈകുണ്ഠത്തിൽ വിളിച്ചു വരുത്തി ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ സംഘർഷണമൂർത്തിയാണ് അവിടെ ഇരിക്കുന്നത്, സാക്ഷാൽ അനന്തമൂർത്തി. ആ അനന്തമൂർത്തിയെ അവിടുന്ന് രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റണം. അപ്പൊ സംഘർഷണൻ എന്ന അദ്ദേഹത്തിന് പേര് വരും.
അങ്ങനെ ദേവി അത് ചെയ്തു കഴിഞ്ഞാൽ ദേവി യശോദയുടെ ഗർഭത്തിൽ പോയി പ്രവേശിച്ച് അവിടുന്ന് പ്രസവിക്കണം. യശോദ പ്രസവിക്കുമ്പോൾ പുറത്തേക്ക് വരണം, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് ഭഗവാന്റെ നിർദ്ദേശം യോഗമായ ദേവി അനുഷ്ഠിച്ചു. അതങ്ങോട്ട് അംഗീകരിച്ചു. അവിടുന്ന് ആവാമെന്ന് പറഞ്ഞു പോയി. പറഞ്ഞ പോലെ 7ാമത്തെ ഗർഭത്തെ അവിടുന്ന് വലിച്ചു രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആക്കി. അപ്പോഴേക്ക് എന്തായി? 7ാമത്തെ ഗർഭം അലസി എന്നുള്ളതൊക്കെ. ഇപ്പൊ എന്തായി? കംസൻ വന്നപ്പോഴേക്ക് ആകെ പ്രശ്നമായി. അങ്ങനെ ഇനിയിപ്പോ ഏതാ ഇനിയുള്ളത്? 8 കൂട്ടണോ 7 കൂട്ടണോ നിശ്ചയില്ലാണ്ട് വല്ലാണ്ട് പരിഭ്രമം. അപ്പോഴേക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും ഇതാ അലസിയിട്ടില്ലാന്ന്. അലസിയിട്ടില്ലാന്ന് ഇതുവരെ വയറൊക്കെ പൊന്തിയിട്ട് ഞാൻ കണ്ടതാ വയറൊക്കെ ഒട്ടിയത്. ഇപ്പൊ അത് അലസിയിട്ടില്ല. വേഗം ഓടിച്ചെന്നു അങ്ങോട്ട് നോക്കുമ്പോ എന്തായി? ഭഗവാൻ പ്രവേശിച്ചിരിക്കുക അവിടെ. ആ വേക്കൻസി വന്നപ്പോ ഭഗവാൻ അതിൽ കയറി കൂടിയിരുന്നു. എന്നിട്ടോ മനസ്സില് ആ വസുദേവരുടെ മനസ്സിലൂടെ ദേവകിയുടെ ഗർഭത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോ ആ തേജസ് കണ്ടപ്പോ വാളപ്പം തന്നെ ഊരി. ഇത് സംശയമില്ലാതെ 7ആയാലും വേണ്ടില്ല 8ആയാലും വേണ്ടില്ല, ഇതന്നെയാണ് എന്നെ കൊല്ലാൻ വന്ന ഉറപ്പായപ്പോ വാള് ഊരി വെട്ടാൻ തുടങ്ങിയപ്പോ വേണ്ട, അത് നീട്ടി വെക്കാം ഉറപ്പിച്ചു. പ്രസവിക്കട്ടെ, ഇത്ര നേരം കാത്തില്ലേ, ഇനിയിപ്പൊ കുറച്ചും കൂടിയല്ലേ കാക്കണ്ടു. ഉറപ്പിച്ച് പോയി ഒരു പ്രത്യേക ഒരു വാതിലും കൂടി ഇട്ട് പൂട്ടിയിട്ട് താക്കോല് തന്റെ മടിയിൽ തന്നെ തിരികെ വെച്ചു. പിന്നെ അങ്ങനെ നടക്കുള്ളൂ, കയ്യിങ്ങനെ കുത്തിയിട്ട്. ആ താക്കോല് കയ്യിന്ന് വിടില്ല. ഇങ്ങനെ പേടിച്ചരണ്ട് കംസൻ ദിവസങ്ങൾ കഴിച്ചു എന്നാണ്. അങ്ങനെതാ അഷ്ടമിയും രോഹിണിയും കൂടി ചേർന്ന് ചിങ്ങമാസത്തില് ഭഗവാനിതാ വരാൻ വേണ്ടി കാത്തു നിൽക്കായി ലോകം മുഴുവൻ. ആ സന്ദർഭത്തിൽ ഇതാ ബ്രഹ്മാദി ദേവന്മാര് മുഴുവൻ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് രംഗം കണ്ടുല്ലേ. സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്ന രംഗം. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം വിഹിതം ച സത്യ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതി അതൊക്കെ ഭഗവാൻ കേട്ട് അനുഗ്രഹിച്ചു. പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ, നിങ്ങൾക്കൊന്നും ഇവിടെ ഡ്യൂട്ടി ഇല്ല. ഇനി വരാനുള്ളവർക്കും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ കളിയാണ് ഇനി 11 കൊല്ലം നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഭഗവാൻ ആ സാധാരണ ശിശുവിനെ പോലെ കളിക്കാൻ ഒരുങ്ങിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ വരുമ്പോ തന്നെ അങ്ങനെയല്ലാട്ടോ വരുന്നത്. പുറത്തേക്ക് വരുമ്പോഴോ ശംഖചക്ര ഗദാപത്മധാരിയായിട്ടാണ് വരുന്നത്. ദേവകി പറഞ്ഞപ്പോഴാണ് ശിശുവായി മാറുന്നത്. ഏതായാലും ബ്രഹ്മാദി ദേവന്മാരൊക്കെ പറഞ്ഞയച്ച് അഷ്ടമി രോഹിണി നാളിൽ അർദ്ധരാത്രിക്ക്, അന്ന് പൂർണ്ണചന്ദ്രനല്ല ശരിക്കും വരണ്ട അഷ്ടമിക്ക്, പക്ഷെ അന്ന് ചന്ദ്രൻ തന്നെ പൂർണ്ണനായിട്ട് അത്ര വരണം. കാരണം അഥ സർവഗുണോപേത കാല പരമശോഭന, കാലം മുഴുവൻ 6 ഋതുക്കളും അവരുടെ നല്ല ഭാവങ്ങൾ ഭഗവാന് കൊടുന്ന് സമർപ്പിക്കാൻ അവിടെ എത്തിയെന്നാണ്. സകല വസ്തുക്കളും ചരാചരം മുഴുവൻ ഭഗവാനെ വരവേൽക്കാൻ ഒരുങ്ങി. ആ കൃഷ്ണസ്വരൂപമായ ബ്രഹ്മത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ വരുന്നതായിട്ടുള്ള രംഗം അടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധ തൃതീയോധ്യായ ശ്രീചുവാച അധ സർവഗുണോ വേദകാല പരമശോഭന വാചനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രദേ ദുർഗഗനം നിർമ്മലോട് ഗണോദയം മഹീ മംഗളഭൂയിഷ്ടപുരഗ്രാമവ്രജാകര നദ്യപ്രസന്ന സലിലാക്രദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തഭഗാവനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഗശുചി അഗ്രയശ്ച ദ്വിജാദീനാം ചാം തത്ര സമിന്ധത മനാം സ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഗം ജായമാനേ ജനേ തസ്മിന്നേ ദുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാ തുഷ്ടുഃസിദ്ധചാരണ വിദ്യാധര്യശ്ച നനുദുരപ്സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാം സിമുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമമുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുകാശയ ആഭിരാസീലതാ
പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാർയുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഘവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്തസഹസ്രകുണ്ടളം ഉദ്ദാമകാഞ്ജാങ്കദകങ്കണാദിഭിർവിരോചമാനം വസുദൈവ ഐക്ഷത സവിസ്മയോത്ഫുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനഗതും സുഭിസ്തദാ. കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശന്മുദാ ദിനേഭ്യോ അയുതമാപ്ലുതോ ഗവം അധൈനമസ്തൗരവധാര്യ പൂരുഷം പരന്നദാംഗകൃതീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരതസൂതികാഗൃഹം വിരോചയന്തം ഗതഭീഹി പ്രഭാവവേദ്. വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പര കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിധൃക് സയേവ സ്വപ്രകൃതേത്യേദം ദൃഷ്ട്വാ ഗ്രേത ഗുണാത്മകം തദനുത്വം യ പ്രവിഷ്ടയോ ഭാവ്യസേ. യഥേമേ അവികൃതാ ഭാവാ തഥാ രേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമാത്വമുത്പാദ്യ ദൃശ്യന്തേ അനുഗതാ ഇവ. പ്രാഗേവ വിദ്യമാനത്വാന്ന തേഷാമിക സംഭവ ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണേർഗ്രാഹ്യേ ഗുണേ സന്നമിതദ്ഗുണാഗ്രഹ അനാവൃതത്വാദ്വിഹിതം തരം നത്തെ സർവസ്യ സർവാത്മനാത്മവസ്തുനാ യാത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്ഥിതേ സ്വവ്യതിരേകോ വ്യതിരേകതോ അബുധ. വീണാനുവാദം ന ച തന്മനീഷിതം സമ്യക് യഥത്യക്തം ഉപാദതത്വമാൻ ത്വത്തോസ്തി ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഘാതഗുണാൻ വിക്രിയാൻ ത്വയീശ്വരേ ബ്രഹ്മണി നോ വിരുദ്ധ്യതേ ത്വദാശ്രയത്വാദുപചിദ്യതേ ഗുണൈഃ. സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ വിപക്ഷി ശുക്ലം ഖലു വർണ്ണമാത്മനാ സർഗായ രക്തം സോമഭൃംഗിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനത്യയേ ത്വമസ്യ ലോകസ്യ വിഭോരിരീക്ഷിഷു ഗൃഹേവതീർണോസി മമാഖിലേശ്വര. രാജന്യസംജ്ഞാസുരകോടിയൂതവേർനിർവ്യൂഹമാനാനികനിഷ്യതേ ചമോ അയം ത്വസഭ്യസ്തവ ജന്മനോ ഗൃഹേ ശ്രുത്വാഗ്രജാൻസ്തേന വരേൽ സുരേശ്വര. തദേവതാരം പുരുഷേ സമർപ്പിതം ശ്രുത്വാധുനൈവ അഭിസരത്യുദായുധ. ശ്രീശുകോവാച അധൈനമാത്മജം വീക്ഷ മഹാപുരുഷലക്ഷണം ദേവകീ തമുപാധ ഭീതാശുചിസ്മിത. ദേവക്യുവാച രൂപം യത്യത് പ്രാഗുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം തത്വം സാക്ഷാൽ വിഷ്ണു അധ്യാത്മദീപ. നഷ്ടേ ലോകേ ദിവരാധാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യക്തേ വ്യക്തം കാലവേഗേന യാതേ ഭവാനേക ശിക്ഷ്യത്തെ ചേഷസപ്ന. യോയം കാലത്തസ്യതേ വ്യക്തബന്ധോ ചേഷ്ടാമാകുച്ചേഷ്ടതേ യേന വിശ്വം നിമേഷാദിവത്സരാന്തോ മഹീയാൻ തേ തം തേ ശ്വാനം ക്ഷേമധാമ പ്രപദ്യേ.
മർത്യോ മൃത്യുർവ്യാളഭീതപ്പലായൻ ലോകാൻ സർവാ നിർഭയം സാധ്യഗച്ചൽ ത്വത്പാദാബ്ജം പ്രാപ്യ എദൃച്ഛയാദ്യ സ്വത്തച്ഛേദേ മൃത്യുരാത്മാതപൈതി സത്വം ഘോരാദുഗ്രസേനാത്മജാന്മ ത്രാഹിത്രത്താൻ ഭൃത്യമിത്രാ സഖാസി രൂപം ചേദം പൗരുഷം ജ്ഞാനനിഷ്ഠം മാ പ്രത്യക്ഷം മാം സദൃശാം കൃഷിഷ്ടാഹ ജന്മനേ മയ്യസോ പാപോ മാ വിദ്യാൽ മധുസൂദന സമുദ്രേ ഭവദ്ഘേദോകം സാത് അഹമധീരധീഹി ഉപസംഹര വിശ്വാത്മന്നതോ രൂപമലൗകികം ശങ്കരചക്രഗദാ പദ്മശ്രിയാജുഷ്ടം ചതുർഭുജം വിശ്വം വിദേതത്സുതനോ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭവാൻ വിവർത്തിസോയം മമ ഗർഭഗോ ഭൂതഭോ നൃലോകസ്യ വിഡംബനം ജിതൽ ശ്രീഭഗവാനുവാച ത്വമേവ പൂർവസർഗേ ഭൂപൃഷ്ണി സ്വായംഭുവേ സതി തദായം തു നൃപാനാമ പ്രജാപതിരകൽമഷ യുവാം വൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാസർഗേ യഥാനഭ സന്നിയമ്യേന്ദ്രിയഗ്രാമം തേ പാദേ പരമം തവ വർഷപാതാരമഹിമഘർമ്മകാല ഗുണാനനോ സഹമാനോ ശ്വാസരോധ വിനിർധൂതമനോമലോ ശീർണപർണാ നിലാകാരോ ഉപശാന്തേന ചേതസാ മത്തക്കാമാനഭീപ്സന്തോ മദാരാധനമീഗതോ ഏവം വാം തപത്യോ തപ്യതോസ്തീവ്രം തപസ്വരമദുഷ്കരം ദിവ്യവർണ്ണസഹസ്രാണി ദ്വാദശേയുർമഹാത്മനോ മദാത്മനോഹോ തദാ വാം പരിദുഷ്ടോകമനാവപുഷാനഘേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദിഭാവിത പ്രാതുരാസം വരദരാജ്യുഭയോർക്കാമതിൽസയാ പ്രിയതാം വരയിത്യുക്തേ മാതൃശ്യോ വാം വൃതസ്തുത അദൃഷ്ടഗ്രാമ്യവിഷയോ വനപത്യോ ച ദമ്പതി നവഭ്രാതേ അപവർഗം വേദോ ഹിതോ മമ മായയോ മായയാ ഗതേമയുവാം ലബ്ധ ഗതേമയുവാം ലബ്ധ്വാ വരം മത്സദൃശം സുതം ഗ്രാമാൻ ഭോഗാൻ അഭുഞ്ജാതാം യുവാം പ്രാപ്തമനോരഥൗ അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈ സമം അഹം സുതോ വാമഭവം വൃഷ്ടിഗർഭ ഇതി ശ്രുതാ തയോർവാം പുനരേവാഹം മദിത്യാം ആസകശ്യപാൽ ഉപേന്ദ്ര ഇതി വിഖ്യാതോ വാമനത്വാച്ച വാമന തൃതീയസ്മിൻ ഭവേഹം വൈദേനൈവ ബഭുക്ഷാധവാം ജാതോ ഭൂയത്തയോരേവ തത്യം മേ വ്യാകൃതം സതി ഏതദ്വാം ദർശിതം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാവദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ജാസകൃൽ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതിം പരാം ശ്രീശുഭോവാച ഇത്യുക്ത്വാസീൻ ഹരിസ്തുഷ്ടിം ഭഗവാനാത്മമായയാ പിത്രോ സംവച്ഛതോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു തതശ്ച ശൗരി ഭഗവത് പ്രചോദിതസ്തുതം സമാദായ തതോദികാഗൃഹാൽ യഥാ ബഹിർഗന്ധുര്യേഷ തർക്യജ യോ യോഗമായ അജനിനന്ദജായയാ സദാ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസേഷു പൗരേഷു വിചായിരേഷ്വധ ദാരസ്തു സർവാഭീതാതുരത്യയാ ബൃഹത്കവാടായ സകീലശൃംഖലേ താ കൃഷ്ണവാഗേ വസുദേവാഗതേ സ്വയം വ്യവദ്യന്ത യഥാ തമോരവേः വവർഷപത്യന്യ ഉപാംശുഗർജിതശേഷോന്വകാത് വാരി നിവാരയൻ ഭണൈः മഘോ നിവർഷത്യസകൃത്യമാനുജാ ഗംഭീരതോ യോഗജവോർമിഭേനിലാം ഭയാനകാ വർത്തജതാകുലാ നദീമാർഗം തതോ സിന്ധുരിവ ശ്രിയപദേः നന്ദവ്രജം ശൗരിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തത്സുതാം ഉപാദായ പുനർഗൃഹാനകാൽ ദേവക്യാ ശൈരേന്ദ്യസ്യ വസുദേവോ ധതാരികാം പ്രതിമുച്യപദോ ലോകം മാസ്തേ പൂർവപദാവൃത യശോദാനന്ദപത്നി ജാജാതം പരമബുദ്ധ്യത
നതലിംഗം പരിശ്രാന്ത നിദ്രയാ അപകൃത സ്മൃതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഗീതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അത്യത്ഭുതമായ അവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഹംസാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പൂർണ്ണതമാവതാരം, പൂർണ്ണതമതമതമതമാവതാരം ആണ് കൃഷ്ണാവതാരം. ആ കൃഷ്ണാവതാരത്തിന്റെ മഹത്വം അത്ര വലുത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ് അവിടെ. ആ കൃഷ്ണൻ ഇന്നും അതേപോലെ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്നും എത്രയോ ഭക്തജനങ്ങള് ആ ഭഗവാന്റെ വരവ് ആഘോഷിച്ച, അല്ലെങ്കിൽ ഭഗവാൻ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് എത്തിയ ആ കാരാഗ്രഹം ഇന്നും അതുപോലെ സൂക്ഷിച്ച് എത്രയോ ഭക്തജനങ്ങള് അതിൽ കയറി ഇറങ്ങി വരുന്നു. ആ കാരാഗ്രഹത്തിൽ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് ചെറിയ ആളായിട്ട് അവിടെ ദേവകിയുടെ തൽപ്പത്തിൽ വന്നു. ആ ഉണ്ണിയെ കണ്ടതും വസുദേവൻ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. വസുദേവർക്ക് എന്തെന്നില്ലാത്ത നിർവൃതി. കയ്യിന്ന് ചങ്ങലകളൊക്കെ മാറി ഭഗവാനെ തൊഴുതിട്ടും നമസ്കരിച്ചിട്ടും സ്തുതിച്ചു. ദേവകിയും സ്തുതിച്ചു. ആ ദേവകിയുടെ സ്തുതി കഴിഞ്ഞപ്പോഴേക്കും ദേവതിക്ക് വയ്യാണ്ടേ. ഇനിയേ ഇങ്ങനെ കാണുകയ്യ, എനിക്ക് ചെറിയ ഉണ്ണിയായിട്ട് തന്നെ കാണണം, പ്രാകൃത ശിശുവായിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞപ്പോ വേഗം അങ്ങനെ ആവണേന്റെ മുമ്പ് ഭഗവാൻ അവർക്ക് 3 ജന്മം ഓർമ്മപ്പെടുത്തി കൊടുത്തു. 3 ജന്മത്തിന് നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ വന്നതാ, അപ്പൊ അത് 3ാമത്തെ. ഇനി നിങ്ങൾക്ക് ജന്മമില്ല. ഇതോടുകൂടി നിങ്ങളെ ഞാൻ എന്നിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കാൻ പോവാണ്. നിങ്ങളുടെ സകലമായ കർമ്മങ്ങളും അവശേഷിക്കും ഈ ജന്മത്തോടുകൂടി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഭഗവാൻ അങ്ങോട്ട് പ്രാകൃത ശിശുവായി. ആ ഉണ്ണിയെ വസുദേവര് കയ്യിൽ അങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് നടന്നു നീങ്ങി. അടച്ചിട്ട വാതിലുകൾ മുഴുവൻ തന്നെ തുറന്നു. ഭടന്മാരൊക്കെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. അർദ്ധരാത്രി പുറത്തേക്ക് കിടന്നപ്പോ ചന്ദ്രന്റെ ആ പ്രകാശം വഴികാട്ടുന്നു. അതോടൊപ്പം മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നു. അനന്തമൂർത്തി ഫണങ്ങളെ കൊണ്ട് കുടം പിടിച്ചിട്ട് അങ്ങനെ സഞ്ചാരം തുടങ്ങി. യമുനാ നദി കാളിന്തി നദിയുടെ അടുത്തെത്തിയപ്പോഴേക്കും വഴിയൊക്കെ ഒഴിഞ്ഞു കൊടുത്തു. പ്രബദമേയതാമായ യൂന, കാല് മൂടാനുള്ള, കാലിന്റെ പത്തി മൂടാനുള്ള വെള്ളമുള്ളൂ. വസുദേവരെവിടെ കാല് വെക്കുന്നു അവിടെ. അങ്ങനെ നദി കടന്ന് യശോദ, നദി കടന്നപ്പോഴേക്ക് യശോദ അവിടെ പ്രസവിച്ചു. സാക്ഷാൽ യോഗമായ ഭഗവതി അവിടെ വന്നു. ആ ഭഗവതിയുടെ അടുത്തേക്ക് ആരും അറിയാണ്ട് എന്തോ വസുദേവർ അങ്ങനെ പോണു. വസുദേവർക്ക് എന്താ താൻ ചെയ്യണത് എന്ന് തന്നെ അറിയില്ല, അങ്ങനെ പോണു. അവിടെ ചെന്നതാ യശോദ പ്രസവിക്കാറായപ്പോഴേക്കും അവിടെ ഗോപികമാരൊക്കെ പരാക്രമാണ്. ദാ യശോദ കരയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുക അവിടെ. വസുദേവനും എല്ലാം ആ കരച്ചില് കേട്ട് അവിടെ എത്തി. ആ യശോദയുടെ തൽപ്പത്തില് സച്ചിദാനന്ദമൂർത്തി അവിടെ കിടത്തി. എന്നതവം യശോദ, ബോധമില്ലാണ്ട് കിടന്നുറങ്ങുക യശോദ. പ്രസവിച്ചിട്ട് വേദന ഉണ്ടായിട്ട് പോലും അവിടെ ബോധമില്ലാണ്ട് ആക്കി യശോദ. എന്നിട്ടോ യോഗമായ ഒരു വിലക്കിൽ കിടന്നൊക്കെ അറിഞ്ഞു കരയുന്നു. മറ്റേ അവിടുത്തെ സച്ചിദാനന്ദമൂർത്തി വന്നിട്ട് കരയണു. രണ്ടാളും കൂടി അവിടെ നിന്നിട്ട് ഇങ്ങനെ കരയണു. വസുദേവൻ അങ്ങനെ യോഗമായ കയ്യിലെടുത്തു. സച്ചിദാനന്ദമൂർത്തി അവിടെ കിടത്തി യോഗമായ കയ്യിലെടുത്ത് വേഗം വന്നതാ ദേവകിയുടെ തൽപ്പത്തിൽ കൊടുന്ന് കിടത്തിയപ്പോഴേക്കും ഒക്കെ പൂർവവതാവൃത. ആ ഒക്കെ വാതിലുകളൊക്കെ പുമ്പ പോലെ അടഞ്ഞു. കയ്യിലൊക്കെ ചങ്ങലൊക്കെ വന്നു വീണു. അങ്ങനെ ആ രാത്രി ഇപ്പൊ രണ്ടാളും ഉണങ്ങാണ്. ഇനി ആരാ ആദ്യം ഉണരുന്നത് നമ്മൾ രാവിലെ നോക്കാം. രാവിലെ 6 മണിക്ക് സഹസ്രാം ജപിച്ചിട്ട് ആരൊക്കെ ഉണർന്ന വെച്ചാൽ അവരെയൊക്കെ നമുക്ക് അങ്ങോട്ട് ആനന്ദിക്കാം. ദേവിയാണെങ്കിൽ ദേവി, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ. കൃഷ്ണനും ദേവിയും മാത്രം മതി നമുക്ക്. ഇനി ആ ആനന്ദത്തിൽ മാത്രം മുഴുകാനുള്ള നിമിഷങ്ങൾ, കൃഷ്ണ ആനന്ദത്തില് മുഴുകാനുള്ള നിമിഷങ്ങൾ മാത്രം നമുക്ക് ഭഗവതി അനുവദിച്ചു തന്നിരിക്കുമ്പോൾ നാളെ രാവിലെ പുനരാരംഭിക്കുമ്പോൾ ബാക്കി ഭാഗം. നാരായണ 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 നാരായണ
നാരായണ